ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ഇടയ്ക്ക് വീഡിയോ ഇടാറുണ്ടല്ലോ. അപ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് സങ്കടം വരാറുണ്ട് നമ്മുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട്. ഒരുപാട് പേര് നമ്മളെ വിളിച്ചോരോ കാര്യങ്ങൾ പറയാറുണ്ട്. അതിനിടെ കൂടെ നമ്മൾ ആക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാത്ത ചില ആൾക്കാരുണ്ട്, നമ്മൾ ആക്ഷേപിക്കാറുണ്ട്. നമ്മളെന്നാലും ഒന്നിലും തളർന്നു പോയില്ല. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളത് സധൈര്യം മുന്നോട്ട് പോകും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ, ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളൊരു തയ്യാറെടുപ്പ് എടുത്തിരിക്കുക. അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ നമ്മളതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കമ്പികളെല്ലാം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഷെഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഈ റൂം നിർത്തിക്കൊണ്ട് തന്നെ, കാരണം ഇപ്പോൾ ഈ റൂം പൊളിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തികമൊന്നും നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ റൂം നിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഷെഡ് അടിക്കാൻ പോവുകയാണ്. അതിൻ്റെ കമ്പിയും കാര്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് നമ്മൾ കമ്പി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. തൂണിനും മറ്റുള്ള കമ്പികളൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാനും നമ്മുടെ പ്രിൻസും കൂടെ ചേർന്നാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. പ്രിൻസ് കുഴഞ്ഞു കേട്ടോ. ഞങ്ങൾ മണ്ണ് വെട്ടി കോരിക്കൊണ്ടിരിക്കുക. നമ്മുടെ അന്ന് വീടിടിഞ്ഞു വീണില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ, ഇതുവരെയായിട്ട് നമ്മൾ വീടിടിഞ്ഞു വീണിട്ട് എന്തുകൊണ്ട് അവിടെ ഒന്നും വൃത്തിയാക്കാഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുമായിരുന്നു. നമുക്കത് കാണാനോ നോക്കാനൊന്നും പറ്റുന്നില്ല. വീടിടിഞ്ഞു വീണതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് സങ്കടപ്പെട്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ പകുതി സമ്പാദ്യം പാത്രങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒരു 3/4 ഭാഗത്തോളം സാധനങ്ങളും നശിച്ചു പോയി. വീടിടിഞ്ഞ് വീണും നശിച്ചു. പിന്നെ നമ്മളാണെങ്കിൽ അവിടെ തന്നെ മാറ്റി ചാക്കിലൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഒരുപാട് സാധനങ്ങൾ ഈ മഴവെള്ളവും കാര്യങ്ങളൊക്കെ വീണിട്ട് തുരുമ്പ് പിടിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോയി. അപ്പം നമുക്ക് ആ അവസ്ഥയും കാര്യങ്ങളും കണ്ടിട്ട് സത്യത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഡോറയ്ക്കും കുഞ്ഞിനൊക്കെ അസുഖം കൂടുതലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനുള്ളൊരു മനസ്സില്ലായിരുന്നു. പിന്നെ എനിക്ക് അധികം വെട്ടിക്കോരാനും കുഴി ഒഴിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് വാൾവിന് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് കയറി വരും. ഇത്തിരി ശരീരം അനങ്ങി ഇത്തിരി പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലും കാര്യങ്ങളും വരും. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് കട്ടിപ്പണിയൊന്നും ചെയ്യാറില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ കുറേശ്ശെ ഒതുക്കി ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഞങ്ങൾ കുറേയൊക്കെ ഒതുക്കിയായിരുന്നു. അപ്പം ഓരോ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കമ്പിയൊക്കെ വന്നത് ഉച്ചയ്ക്കാണ്. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തു, അങ്ങനെ കൊണ്ടുവരിക ചെയ്തത്. അപ്പം ഒരു വെൽഡ് ചെയ്യുന്ന ഒരു ആൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ പോയി പറഞ്ഞിട്ട് അവർ സാധനം ഉച്ചയ്ക്കാണ് കൊണ്ടുവന്നത്. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നു. അപ്പം അതൊക്കെ ഞങ്ങളിങ്ങനെ പറക്കിയിട്ടതിന് ശേഷം ഞാനും പ്രിൻസും കൂടെ ഇറങ്ങി അവിടുത്തെ മണ്ണ് വെട്ടി കോരി മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നാളെ ഫൗണ്ടേഷൻ എടുക്കണം. നമ്മൾ ഇപ്പം ചെറുതായിട്ട് ഷെഡ് അടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് ഫൗണ്ടേഷൻ കെട്ടണം. അപ്പോൾ ഫൗണ്ടേഷനിൽ ഇടാനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെട്ടിക്കോരി ഇട്ടുകൊണ്ടിരിക്കുക. അതൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ നമ്മളതൊക്കെ കാണിച്ചപ്പം ആക്രി സാധനങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചു. ആക്രി സാധനങ്ങൾ കുറേ കൊണ്ട് കൊടുത്തുകൂടെ? ആക്രി സാധനങ്ങളല്ല, അതൊക്കെ നമ്മുടെ പാത്രങ്ങളാണ്. നമുക്ക് സ്ഥലമില്ല വെക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാം ചാക്കിലാക്കി മുറ്റത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുക. ഈ എന്താ പറയുന്നത്, എല്ലാവർക്കും ദൈവം എല്ലാ കാലത്തും ഒരേപോലെ അവസരങ്ങൾ കൊടുക്കൂലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടെന്ന് വിശ്വസിക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. ഞങ്ങൾ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാക്കിലാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയത്. നമ്മൾ ആക്രി സാധനമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ജീവന ആ പാത്രങ്ങളൊക്കെ. കാരണം ഞാനും ഡോറയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ട്, നമുക്കൊരു കുടുംബമായി കഴിയുമ്പോൾ അല്ലെ ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങുമ്പം ഏതൊരു വ്യക്തികൾക്കുള്ളൊരു ആഗ്രഹമാണ് വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓരോന്ന് മേടിച്ച് കൂട്ടിയ സാധനങ്ങളാണ് മൊത്തം നശിച്ചു പോയി. പിന്നെ സാധനങ്ങളെല്ലാം നമ്മളുള്ള നല്ല സാധനങ്ങളെല്ലാം നമ്മൾ ചാക്കിലാക്കി അവിടെ മാറ്റി വെച്ചിരുന്നു. കോഴിക്കുഞ്ഞും തിമോനെ ഇല്ലേ? ഞങ്ങൾക്കൊരു കോഴിയുണ്ടേ. അത് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിനെ വിരിപ്പിച്ചിറക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് കീരിയോ പരുന്ത് ഏതാണ്ട് പിടിച്ചുകൊണ്ട്. അതിന് മുമ്പ് അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം 4 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. അതിൽ 3 കുഞ്ഞുങ്ങളും ചത്തുപോയിട്ടുണ്ട്. ചത്തുപോയെന്ന് വെച്ചാൽ ഈ തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ സത്യത്തിൽ അറിയത്തില്ല.
അപ്പോൾ എങ്ങനെയൊക്കെയോ അത് ചത്തുപോയി. പിന്നെയുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പം അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കും. ഞാൻ അകത്തുനിന്ന് വെളിയിൽ ഇറക്കത്തില്ല. പക്ഷേ ഈ സാധനമാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടക്കുവാണ്. അത് കാരണം പേടിയാണ് നമുക്ക് കീരിയ പൂച്ച വല്ലതും പിടിച്ചുകൊണ്ട് പോകുന്നുള്ളേ. അപ്പോൾ അത് നോക്കിയത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഞാനും പ്രിൻസുക്കും ഇവിടെ ചേർന്നാണ് പരിപാടികളെല്ലാം ചെയ്യുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള വെൽഡർ ഇടയ്ക്ക് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം കാണിച്ചിട്ട് പോയി. അപ്പം ഞങ്ങളതിനെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ എന്ത് ട്യൂബ് ഇടണം, അതുപോലെ തന്നെ തൂണ് എവിടെ ഇടേണ്ടതെന്നുള്ള അളവും കാര്യങ്ങളെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു കണക്ക് ഇപ്പോൾ മണ്ണ് മാറ്റി ഇനി തൂണിടാനുള്ള കുഴി എടുക്കുകയാണ്. കുഴി എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ പ്രെയർ ചെയ്തിട്ട് നമ്മൾ തൂണിടാനുള്ള രീതിയിൽ, അതായത് കല്ലിടൽ പോലെ തന്നെയാണല്ലോ നമ്മളൊരു പുതിയ ഒരു ജീവിതത്തിലോട്ട് വീണ്ടും കടക്കാൻ പോവുകയാണല്ലോ. നമ്മൾ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഞങ്ങളിപ്പം കുറച്ചൊന്ന് പിടിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇന്ന് ഒതുക്കി വെച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് തൂണിട്ട് തൂണിട്ടിട്ട് നമ്മൾ കയറാം എന്നുള്ള പരിപാടിയിൽ കയറാനുള്ള അതിന് മുമ്പായിട്ട് അവിടുത്തെ മണ്ണെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസ് എത്തി കുഴഞ്ഞു കേട്ടോ. കുറേ നേരമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പാവം, നല്ലോണം കുഴഞ്ഞ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഇനിയും മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ റീച്ച് ആവുന്നതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള കഷ്ടപ്പാട് മാറാനുള്ള സാമ്പത്തികം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.